അഡ്വക്കേറ്റ് പി ഇന്ദിര കണ്ണൂർ കോർപ്പറേഷന്റെ പുതിയ മേയറാകും. നിലവിലെ കോർപ്പറേഷൻ ഭരണസമിതിയിൽ ഡെപ്യൂട്ടി മേയർ പദവി വഹിക്കുന്ന അഡ്വക്കേറ്റ് പി ഇന്ദിരയെ ഇന്ന് ചേർന്ന കോൺഗ്രസ് നേതൃയോഗം പുതിയ മേയറായി പ്രഖ്യാപിക്കുകയായിരുന്നു. കണ്ണൂർ DCC ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം K. സുധാകരനാണ് ഇന്ദിരയുടെ പേര് പാർട്ടി നേതൃത്വത്തിനു വേണ്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഒരുപാട് അഡ്വാൻസ് ചെയ്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ തൊട്ടപ്പുറങ്ങളിൽ പോലും നമ്മുടെ UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് പ്രതീക്ഷക്കപ്പുറത്തുള്ള വോട്ടുകളില്ല. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ ജനസമൂഹം ഐക്യജനാധിപത്യത്തിന് ഐക്യദാർഢ്യത്തിന്റെ റിസൾട്ടായി ആ വിജയത്തിന്റെ തുടർച്ച കൊണ്ടുപോകാൻ നമ്മുടെ കമ്മിറ്റിയുടെ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് നിലവിൽ കോർപ്പറേഷൻ രംഗത്ത് തുടരുന്ന ഡെപ്യൂട്ടി മേയറായിരുന്ന ശ്രീമതി ഇന്ദിരയെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഏകദേശിയുടെ തീരുമാനമാണ് തീരുമാനം. അതോടൊപ്പം തന്നെ നമ്മളോട് പറയാനുള്ളത്, നമുക്ക് നമ്മുടെ ഒരു വലിയൊരു മാസ് പ്രൊജക്ട് നമ്മുടെ കണ്ണൂരിലേക്ക് നമുക്ക് ഉണ്ടാക്കി. ആ മാസ് പ്രൊജക്ട് വരുന്ന ഒരു വർഷത്തെ കുറിച്ച് ഈ നഗരസഭ ഇത് വലിയൊരു മാസ് പ്രൊജക്റ്റാണ്. പ്രൊജക്ട് വന്നാൽ അവർക്ക് വളരെ വളരെ സെറ്റിൽഡായ, വളരെ പ്ലാൻഡായ, പ്രീ പ്ലാൻഡായ ഒരു നടപടിയാണ് കണ്ണൂർ DCC വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത്. എല്ലാ ആളുകളും വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കമ്മിറ്റി ചർച്ചകളൊക്കെ പോകാൻ ചർച്ച ചെയ്തു. എല്ലാ ആളുകളും അതുകൊണ്ട് ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. Muleta tali. Muleta. ¿Qué? നേരത്തെ കണ്ണൂർ മുനിസിപ്പൽ കൗൺസിലറായിരുന്ന ഇന്ദിര കണ്ണൂർ കോർപ്പറേഷനായ ശേഷം കാനത്തൂർ ഡിവിഷനിൽ നിന്നും ഉദയംകുന്ന് ഡിവിഷനിൽ നിന്നും കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കൗൺസിലിൽ ആരോഗ്യ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്ന ഇന്ദിര പിന്നീട് ഡെപ്യൂട്ടി മേയറായി. പയ്യാമ്പലം ഡിവിഷനിൽ നിന്നാണ് ഇത്തവണ കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഈ മാസം 27-നാണ് മേയർ തെരഞ്ഞെടുപ്പ്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ മറ്റെന്തെങ്കിലും വികസന സങ്കല്പങ്ങളോടുകൂടിയാണ് ഇത്തവണ വരുന്നത്. Gracias.
LDF വലിയ തരത്തിൽ അഴിമതി ആരോപണമൊക്കെ ഉന്നയിച്ചിട്ടും 2 സീറ്റ് വർദ്ധിക്കുക ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്നും ഏശിയില്ല എന്നുള്ളത് തന്നെയല്ല അല്ലേ? മേയർ സ്ഥാനത്തേക്ക് CPM സ്ഥാനാർത്ഥിയായി തിലാന്നൂർ ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട VK പ്രകാശിനിയും BJP സ്ഥാനാർത്ഥിയായി തളാപ്പ് അമ്പലം ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അർച്ചന വണ്ടിച്ചാലും മത്സരരംഗത്തുണ്ടാകുമെന്നാണ് സൂചന. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 76130.